അവിഹിതങ്ങളുടെയും ലൈംഗികാരോപണങ്ങളുടെയും വാർത്തകൾ പത്രങ്ങളിലും ന്യൂസ് ചാനലുകളിലും വലിയൊരു സ്പേസ് കൈയടക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രീയ കേരളത്തിന്റെ സാമൂഹിക ബോധം ഏത് രീതിയിലാണ് ഇപ്പോൾ? ലൈംഗിക സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർക്കും എങ്ങനെയുമാകാമെന്ന സന്ദേശമാണോ പൊതുപ്രവർത്തകർ നൽകുന്നത്? സെക്ഷൽ ആക്ടിവിറ്റിക്ക് അതിര് വെക്കരുതെന്ന് പറയുന്ന പുതിയ തലമുറയ്ക്ക് നമ്മുടെ പൊതുപ്രവർത്തകർ ഇനി എങ്ങനെ മാതൃകയാകും? നമ്മുടെ രാഷ്ട്രീയ കേരളത്തിന്റെ സദാചാര ബോധം ചർച്ചയാകണു. ഇത്തവണ ഞങ്ങൾക്കും പറയാനുണ്ട്. അതിഥികളെ പരിചയപ്പെടാം. KPCC ജനറൽ സെക്രട്ടറി ശ്രീമതി ലതിക സുഭാഷ്, ATCയുടെയും വനിതാ കലാസാഹിതിയുടെയും വൈസ് പ്രസിഡന്റായ P. വിജയമ്മ, ഇടത് ചിന്തകയും എഴുത്തുകാരിയുമായ പാർവതി ദേവി, പരിസ്ഥിതി സാമൂഹിക പ്രവർത്തകനായ ഹരീഷ് വാസുദേവൻ, അഡ്വക്കേറ്റ് നിഷി, സാമൂഹ്യ നിരീക്ഷകനും എഴുത്തുകാരനുമായ ശ്രീ മധു നായർ. അതോടൊപ്പം പ്രേക്ഷകരും. ഈ ലൈംഗിക ആരോപണങ്ങൾ എന്ന് പറയുന്ന കാര്യം അത് കേരളത്തിലും ഇന്ത്യയിലും മാത്രമല്ല, അമേരിക്ക പോലുള്ള സൂപ്പർ മോഡേൺ രാജ്യങ്ങളിലും ഇത്തരം ആരോപണങ്ങൾ രാഷ്ട്രീയ നേതാക്കൾക്ക് നേരെ വരുന്നുണ്ട്. ഈ എതിർ പാർട്ടികൾ നാടുനീള വാർത്താ സമ്മേളനം നടത്തിയോ ചാനലുകളിൽ ചർച്ചകൾ നടത്തിയ ശേഷമൊന്നുമല്ല ഇവർ രാജിവെക്കുന്നത്. രാജിവെച്ച ആരോപണങ്ങൾ നേരിടാമെന്ന് പെട്ടെന്ന് തീരുമാനിക്കുന്നു. എന്തുകൊണ്ട് അത്തരം ഒരു മാന്യത നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകർ കാണിക്കുന്നില്ല? ഈ രാജി എന്ന് പറയുന്ന ഒരു സാങ്കേതികത്വത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. പക്ഷേ തീർച്ചയായും ഈ ആദ്യം നമ്മുടെ വിഷയം പറയുന്നത് പോലെ പൊതുപ്രവർത്തകർ പാലിക്കേണ്ട ഒരു മാന്യതയും മൂല്യബോധവും ആദർശധീരതയുമുണ്ട്. അത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് മാത്രമല്ല അത് കടന്നു വരുന്നത്. അഴിമതിയാണെങ്കിലും ഭാര്യയെ തല്ലി കൈയൊടിക്കുന്നതാണെങ്കിലും ഒക്കെ തന്നെ ഇത്തരത്തിൽ ധാർമ്മികതയുടെ ചുതിയും അല്ലെങ്കിൽ ഈ തരത്തിലുള്ള എന്താ പറയുക ആദർശധീരതയില്ലായ്മയും ഒക്കെ തന്നെയാണ്. സാധാരണ നിലയ്ക്ക് മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഈ കെട്ടുകാഴ്ചകളാണ് അവരുടെ ആഘോഷ മാർഗങ്ങൾ. അവരാണ് തീരുമാനിക്കുന്നത് എന്താണ് സദാചാരമാക്കേണ്ടത്, എന്താണ് ധാർമ്മികതയാക്കേണ്ടത് എന്ന്. അവിടെയാണ് എന്നെ പോലെയുള്ളവർക്ക് അഭിപ്രായ വ്യത്യാസം. മാധ്യമങ്ങൾ കെട്ടുകാഴ്ചകൾ ആഘോഷമാക്കുമ്പോൾ അതിന് വളം വെച്ചു കൊടുക്കുന്നത് പൊതുപ്രവർത്തകരാകുന്നത് എന്തുകൊണ്ടാണ്? ഈ പറയുന്ന സദാചാരം എന്ന് പറഞ്ഞ വാക്ക് എനിക്ക് കുറച്ച് പ്രയാസം. അർത്ഥം എനിക്ക് മനസ്സിലാവും. സദാചാരം നല്ല ആചാരം എന്നുള്ളത് അല്ലേ. അപ്പോൾ അത് ധ്വനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്സുമായിട്ട് ബന്ധപ്പെട്ട ആചാരം. ഇത്തരം ആരോപണങ്ങളെ വിദേശ രാജ്യങ്ങളിൽ രാഷ്ട്രീയ നേതാക്കന്മാർ നേരിടുന്ന ഒരു രീതി കുറച്ചും കൂടെ സംയമനത്തോടുകൂടി കുറച്ചും കൂടി തുറന്ന ഒരു രീതിയിലല്ലേ? രാഷ്ട്രീയക്കാർ ഈ തരത്തിലെ സ്ത്രീ ലംബടനായി കഴിഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷിക്കപ്പെടുന്നു. ആ നാടുകളിലൊക്കെ നമ്മൾ കാണുന്ന തരത്തിലല്ല ഈ ലൈംഗികതയെ അവർ കാണുന്നത്. അവരുടെ വാല്യൂ സിസ്റ്റംസ് ഡിഫറൻ്റാണ്. എന്നിട്ട് പോലും ശിക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഈ പറയുന്ന ഒരു നല്ല രാഷ്ട്രീയക്കാരന് ഈ പർട്ടിക്കുലർ ഏരിയ വളരെ സംശുദ്ധമായിരിക്കണമെന്ന് ഒരു ധാരണ പൊതുജനങ്ങളുടെ ഇടയിലും രാഷ്ട്രീയക്കാരുടെ ഇടയിലും അങ്ങനെ വന്നിരിക്കുക. അത് രാഷ്ട്രീയക്കാരുടെ പൊതുജീവിതം സുതാര്യമാകേണ്ടതുണ്ടോ, സംശുദ്ധമാകേണ്ടതുണ്ടോ? കേരളത്തിലെ സദാചാരം എന്ന് പറയുന്നത് സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നത് കൊണ്ടോ പീഡിക്കപ്പെടാൻ വിധേയമായത് കൊണ്ടോ അല്ല. രാഷ്ട്രീയത്തെ മുതലെടുക്കാൻ മറ്റ് ശക്തികൾ ബാഹ്യപ്രേരണ കൊടുത്ത് പുരുഷന്മാരാണ്. ഇപ്പം ഞാനൊരു സ്ത്രീയെ ഉപയോഗിച്ചായിരിക്കും ഉമ്മൻചാണ്ടിയുടെ അല്ലെങ്കിൽ തെറ്റേലിൻ്റെ സ്ഥാനം മാറ്റാൻ ഉപയോഗിക്കുന്നത്. അത് പീഡനത്തിലൂടെ ആവാം, മാനസിക പീഡനത്തിലൂടെ ആകാം, ശാരീരിക പീഡനത്തിലൂടെ ആവാം. അതുകൊണ്ടിപ്പോൾ നേരത്തെ പാർവതി പറഞ്ഞ പോലെ ഇത് രാജിവെച്ചുകൊണ്ട് ഇതിനൊരു മാർഗമാകുന്നില്ല. ഇപ്പോൾ ഉണ്ടായ വിവാദത്തിലുള്ള പെൺകുട്ടിയും തീർച്ചയായിട്ടും അവരുടെ ബാക്ക്ഗ്രൗണ്ട്സും ഒക്കെ ആണെങ്കിൽ ഏതെങ്കിലും വാർത്താ മാധ്യമങ്ങളിൽ അവർ അത്തരം ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതാണെന്നുള്ള രീതിയിൽ വാർത്തകൾ വന്നിട്ടില്ല. വാർത്തകൾ വേണമെങ്കിൽ ഉണ്ടാക്കാമല്ലോ. എൻ്റെ അറിവിനെ സംബന്ധിച്ചിടത്തോളമാണ് പറഞ്ഞത്. രാഷ്ട്രീയക്കാരുടെ ജീവിതം സംശുദ്ധമാകേണ്ടതുണ്ടോ, സുതാര്യമാകേണ്ടതുണ്ടോ? വെറും ആരോപണങ്ങൾ മാത്രമാണോ, രാഷ്ട്രീയപരമായി ഉയർത്തുന്ന ആരോപണങ്ങൾ മാത്രമാണ് പുറത്ത് നടക്കുന്നതെന്ന് നിങ്ങൾക്കൊക്കെ പത്രങ്ങൾ കാണുമ്പോൾ ചാനലുകൾ കാണുമ്പോൾ തോന്നുന്നു? സോഷ്യൽ സർവീസ് ചെയ്യുമ്പോൾ അവർക്ക് കുറേ കാര്യങ്ങൾ പബ്ലിസിറ്റി കൊടുക്കണം. അപ്പോൾ അതിന് ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അവർക്ക് അവരുടെ പ്രൈവസിയിലേക്ക് കടന്നു കയറാൻ ആർക്കും അവകാശമില്ല. ഇതൊരു ഒരാളുടെ വ്യക്തിപരമായുള്ള ഒരു സ്വകാര്യതയിലൂടെ കടന്നു കയറ്റം മാത്രമാണോ? അതല്ലാതെ ഇവർക്കൊരു കമ്മിറ്റ്മെന്റ് ഏത് രീതിയിലാണ് സമൂഹത്തോട് കാണിക്കേണ്ടത്? രാഷ്ട്രീയക്കാർക്ക് നേതാക്കൾക്ക് മാത്രമായി സദാചാരം എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. സമൂഹത്തിന് മൊത്തത്തിൽ ഉണ്ടാവേണ്ടതാണ് സദാചാരം. അല്ലെങ്കിൽ സദാചാരം എന്നുള്ള വാക്കിനോട് പോലും എനിക്ക് വിയോജിപ്പുണ്ട്, അതിൻ്റെ പൊളിറ്റിക്സിനോട് വിയോജിപ്പുണ്ട്. ധാർമ്മികത എന്ന് പറയുന്ന സംഗതി വേണ്ടതാണ്. അത് സമൂഹത്തിൽ മൊത്തത്തിൽ കുറഞ്ഞു വരുമ്പോഴാണ് നമ്മൾ മിനിമം അതിനെ ലീഡ് ചെയ്യുന്ന ആളുകളിൽ നിന്നെങ്കിലും അത് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ധാർമ്മികത, സോക്കോൾഡ് സദാചാരം ഒക്കെ ഉണ്ടാവേണ്ടതുണ്ട്. സ്ത്രീ വിഷയങ്ങൾ ഉയർത്തി ഇത്തരം കാര്യങ്ങളിൽ സദാചാര ചർച്ചയെ
നേരിടുന്നതിനെ പൂർണ്ണമായി എതിർക്കുകയാണ്. അതൊരു സദാചാര പ്രശ്നമായി എനിക്ക് തോന്നുന്നില്ല. അത് റൈറ്റ് ടു പ്രൈവസിയുടെ ഭാഗമായി, ഒരാൾക്ക് റൈറ്റ് ടു ലൈഫിൻ്റെ ഭാഗമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന റൈറ്റ് ടു പ്രൈവസിയുടെ ഭാഗമായി കൊണ്ടു നടക്കാവുന്ന ഒന്നാണ്, അൺടിൽ ആൻഡ് അൺലെസ് മറ്റൊരു കംപ്ലൈൻറ്റിന് ഉണ്ടാവുന്നത് വരെ. പക്ഷെ മറ്റ് വ്യക്തികളെ പോലെ ഇത് തീർത്തും വ്യക്തിപരമായ ഒരു കാര്യമായി കണക്കാക്കാൻ പൊതുപ്രവർത്തകർക്ക് അവകാശമുണ്ടോ? അല്ലെങ്കിൽ ഒരു ആരോപണങ്ങൾ കടന്നു വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഏത് രാഷ്ട്രീയ നേതാവിനായാലും അദ്ദേഹം ഒരു ഓഫീസ് ഓഫ് പ്രോഫിറ്റ് കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്, ലാർജർ പബ്ലിക് ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് നമ്മളൊരു റൈറ്റ് ടു പ്രൈവസി അംഗീകരിക്കുന്നു. സപ്പോസ് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഒരു യുവതിയുമായി പ്രണയിക്കാനോ അല്ലെങ്കിൽ ഒരുമിച്ച് രാത്രി പോയി കഴിയാനോ ഉള്ള സ്വാതന്ത്ര്യം പൊതുസമൂഹം അംഗീകരിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എൻഡെന്ന് പറയുന്നത് അതൊരു പൊതുസമൂഹത്തിലേക്ക് മറ്റൊരു അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അവിഹിതമായി എന്തെങ്കിലും ചെയ്തു കൊടുത്തു എന്ന ആരോപണം വരുന്ന ദിവസം വരെയാണ്. കാരണം ആ ആരോപണം ഒരിക്കൽ വന്നു കഴിയുമ്പോൾ അദ്ദേഹത്തിന് സമൂഹം കൊടുത്തിരുന്ന ആ റൈറ്റ് ടു പ്രൈവസിയുടെ എൻഡ് അവിടെ തീരുകയാണ്. അദ്ദേഹം കാണിക്കേണ്ട മാന്യത എന്ന് പറയുന്നത് ആ നിമിഷം ഓഫീസ് ഓഫ് പ്രോഫിറ്റ് രാജിവെച്ച് ഞാൻ ഇതിൽ നിന്നും മാറി നിൽക്കുന്നു, ഇത് പൂർണ്ണമായി സംശുദ്ധമായി തെളിയിക്കപ്പെടുന്നത് വരെ ഞാൻ മാറി നിൽക്കുകയാണ് എന്ന് പറയേണ്ട ബാധ്യത തിരിച്ചുകൊണ്ട് സമൂഹം നേരത്തെ ഒരു പ്രൈവസി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് തിരിച്ചു കൊടുക്കേണ്ട, കറസ്പോണ്ടിങ് ആയി തിരിച്ചു കൊടുക്കേണ്ട ഒരു ബാധ്യതയാണ്. പലപ്പോഴും അത് പാലിക്കാറില്ല. ഇതൊരു ആരോപണം വരുമ്പോൾ എന്താണ് രാഷ്ട്രീയ പ്രവർത്തകർ ചെയ്യേണ്ടത്? രാഷ്ട്രീയക്കാർ എന്ന് പറഞ്ഞാൽ എന്തോ സദാചാര ലംഘകരാണ് എന്ന് പോലും. അത് ശ്രീമതി പാർവതി പറഞ്ഞതുപോലെ ലൈംഗികമായിട്ടുള്ള ഇടപെടലുകളിലൂടെ മാത്രമല്ല, അത് മനസാവാച കർമ്മണ, നമ്മുടെ സംസാരം, സദാചാര ലംഘനം സംസാരങ്ങളിലുണ്ടാവാം. വളരെ കൃത്യമായിട്ട് ഒരു പോയിന്റിലേക്ക് വരാം. ലൈംഗിക ആരോപണങ്ങൾക്ക് വിധേയരാകുമ്പോൾ സദാചാരം എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് വിപുലമായിട്ടുള്ള അർത്ഥം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതിന് താൻ ചെയ്തത് തെറ്റാണ് എന്ന ആരോപണം വളരെ ശക്തമായിട്ട് ഉണ്ടാകുമ്പോൾ അതിൽ നിന്നും മാറി നിൽക്കുവാനായിട്ട് അങ്ങനെയാണെങ്കിൽ ജോസ് തെറ്റേൽ വിഷയത്തിൽ എന്തുകൊണ്ട് ഇതൊരു ശക്തമായ വിഷയമാക്കി പ്രതിപക്ഷത്തിനെതിരെ ഉപയോഗിക്കാൻ എന്തുകൊണ്ട് UDF ഞാൻ ഒരാളുടെ പേര് പോലും പരാമർശിക്കുന്നില്ല. കാരണം ചാനലുകൾ പോലും ഇത് ഞാൻ പറയുന്നത് അപ്പാടെ നിങ്ങൾ എഡിറ്റ് ചെയ്യരുത് കേട്ടോ. ചാനലുകൾ പോലും അത് വല്ലാതെ ആഘോഷിച്ചതാണ്. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകർ, പ്രത്യേകിച്ച് നേതാക്കന്മാർ, ധാർമ്മികത അത് വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ ചെയ്യണം. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഇതൊരു ആയുധമാക്കാൻ സോളാർ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിനെ ഈ രീതിയിൽ ആരോപണം ഉയർന്നപ്പോൾ മുഖ്യമന്ത്രിയെ പോലും പ്രതിക്കൂട്ടികളാക്കിക്കൊണ്ട് പ്രതിപക്ഷം ഇത്രയും ദിവസം സഭ സ്തംഭിപ്പിച്ചു. എന്തുകൊണ്ട് തെറ്റേൽ വിഷയം പ്രതിപക്ഷത്തിനെതിരെ ആയുധമാക്കാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല? മറു ആരോപണം കോൺഗ്രസ് സദാചാരത്തിന്റെ ഭാഗമാണ്. ഓരോരുത്തരും നമ്മുടെ എതിർപ്പ് ഓരോ രീതിയിലാണ് പ്രകടിപ്പിക്കുന്നത്. ചിലർ സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങും, ചിലർ ബഹളം ഉണ്ടാക്കും, ചിലർ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ ആക്ഷേപിക്കുന്ന ഭാഷ ഉപയോഗിക്കും. അത്തരം ഒരു തികഞ്ഞ ഒരു സംയമനമാണോ കോൺഗ്രസ് കാണിച്ചത്, UDF കാണിച്ചത്? അതോ ഒരു വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു സമീപനമായിരുന്നില്ല ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ നേതാക്കളെടുത്തത്? ഇന്നലെയാണ് KPCC പ്രസിഡന്റ് തെറ്റേൽ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടത്. അതുവരെ അതിന് മുന്നേ ആരും അത് ആവശ്യപ്പെട്ടിട്ട് പോലുമില്ല. ഇപ്പുറത്തൊരു ഇര വിഴുന്ന ഉടനെ ചാടി വിഴുന്നിട്ട് ഇതാ കണ്ടില്ലേ അവരും അത് ചെയ്യുന്നു. അത് വളരെ ഒരു ഇൻഫാൻറ്റൈൽ റിയാക്ഷൻ അല്ലേ അത്? അതോ മറു ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ കോൺഗ്രസിന് അതിന് മറുപടി ഉണ്ടാകില്ല, അതുകൊണ്ട് ഏറ്റവും നല്ലത് ഈ വിഷയത്തിൽ മിണ്ടാതിരിക്കുന്നതാണെന്ന് കോൺഗ്രസ് കരുതുന്നോ UDF കരുതുന്നു? ഇപ്പോൾ ഈ ചർച്ചയുടെ ഒരു ക്രക്സ് എന്ന് പറഞ്ഞാൽ ജോസ് തെറ്റേൽ രാജിവെക്കണോ വേണ്ടയോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ ആ ചർച്ച കൊണ്ടുപോകാം. തീർച്ചയായിട്ടും ജോസ് തെറ്റേലിൻ്റെ പ്രശ്നമാണ് ഏറ്റവും പുതിയത് എന്നുള്ളതിന് യാതൊരു സംശയവും. ഇവിടെ ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കേസിൽ ജിക്കു ആണെങ്കിലും ജോപ്പനാണെങ്കിലും സലീം രാജ് ആണെങ്കിലും ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാണ്. അവർ 3 പേരും ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന 3 പേര് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഒരു കേസിൽ, സോളാർ എനർജി കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ട് ഉമ്മൻചാണ്ടി രാജിവെക്കുന്നില്ല? അങ്ങനെയാണെങ്കിൽ അതും ചർച്ച ചെയ്യണം നമ്മളിവിടെ. അതും ഒരു സദാചാര പ്രശ്നമാണ്, കൃത്യമായ രാഷ്ട്രീയ സദാചാര പ്രശ്നമാണ്. അതല്ല രാഷ്ട്രീയ സദാചാരം എന്ന് പറയുന്നതിന്റെ വിവിധ ഭാവങ്ങളാണ് ഈ കാണുന്നത്. അല്ല, അതാണ് ഞാൻ പറയുന്നത്. രാഷ്ട്രീയക്കാരന്റെ സദാചാര ബോധം ഇങ്ങനെ ആയിരിക്കണം എന്ന് അസ്യൂം ചെയ്യുമ്പോൾ ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്നു. അപ്പുറത്ത് അവർ പറയുന്നത് ഇത് മാധ്യമങ്ങളൊരു ഉത്സവമാക്കുന്നു. ഇത് ഇവിടെ നടക്കുന്ന കാര്യം, അത് ഇവിടെ മാത്രം നടക്കുന്ന കാര്യമല്ല. ഇതിനകത്തൊരു ഇക്കിളി സ്വഭാവമുണ്ട്. ഇവിടെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇതിനകത്ത് വളരെ വലിയ തോതിൽ പുരുഷ പീഡനം നടക്കുന്നുണ്ട്. ഒരു സ്ത്രീ വന്ന് പറയുകയാണ് ഇയാളെ എന്നെ പീഡിപ്പിച്ചു. അത് ഒരു സിനിമാക്കാരൻ്റെ കാര്യമാണെങ്കിൽ, ഒരു അഭിഭാഷകന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ, വേറെ ഏതൊരു അങ്ങനെയാണോ ഹരീഷ്? അത്രയ്ക്കും സിമ്പിൾ ആയിട്ട് പറയുന്ന ഒരു കാര്യം, എന്നെ ഒരാൾ വന്ന് വിളിച്ചു, ഞാൻ ദുർബല ഹൃദയനായോണ്ട് വീണുപോയി എന്ന് പറയും. ഇന്നത്തെ രാഷ്ട്രീയക്കാർക്ക് എങ്ങനെയാണ് കഴിയുന്നത്? അല്ല, അങ്ങനെ ഏതെങ്കിലും ഒരു ആരോപണം വന്നാൽ ഉടനെ രാജിവെക്കണമെന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞില്ല, അങ്ങനെ കരുതുന്നുമില്ല. അത്തരം ആരോപണങ്ങളെ തള്ളിക്കളയുകയും ചെയ്യും. 2-3 കൊല്ലങ്ങളായിട്ട് അവരുമായിട്ട് ബന്ധമുണ്ട്. ഇയാളേത് കിട്ടാവുന്നതെല്ലാം നേടിയെടുത്തു.
അവസാനം ഒരു സുപ്രഭാതത്തിൽ നല്ല കാര്യമായിട്ട് ഒരു ക്യാമറക്കാരെയൊക്കെ സംഘടിച്ച് ട്രാപ്പ് ചെയ്യുന്നു. ഇത് ട്രാപ്പ് ചെയ്തതാണ് എന്ന് ആ നേതാവിന് പറയുകയാണെങ്കിൽ ഈ വാർത്തയുടെ ട്വിസ്റ്റ് മാറിയില്ലേ? എന്തുകൊണ്ടാണ് അദ്ദേഹം ചെയ്യുന്നില്ല? ആണായിട്ട് പറയുന്നില്ല ഇത് ഇവള് പറയുന്നത് ഇത്ര കള്ളമാണെന്ന്. ഇത് ഞാനേ അല്ല എന്നാണ് പറയുന്നത്, ട്രാപ്പ് ചെയ്യുന്നല്ലോ പറയുന്നത്. വിശ്വസിക്കില്ല തൽക്കാലം. വിശ്വസിച്ചു കഴിഞ്ഞാൽ കേസ് തീർന്നു. ഇതിന്റെ ഈ വാർത്തയെ കുറിച്ച് അപർണ, ഇതില് കേരളത്തിലെ 2 മുന്നണികൾ അവരുടെ രാഷ്ട്രീയ സദാചാരത്തെ, അതിന്റെ സ്റ്റാൻഡേർഡിനെ ഓരോ ദിവസവും ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു ഘട്ടത്തിൽ ഒരറ്റത്ത് മുഖ്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ രാഷ്ട്രീയ സദാചാരം, അദ്ദേഹത്തിൻ്റെ പബ്ലിക് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരും ഒരു കേസിലെ ക്രിമിനലുമായി ബന്ധപ്പെടുന്നു. എൻ്റെ വീട്ടിൽ ഒഫീഷ്യൽ വസതിയിലെ ഫോണിൽ നിന്നും കോൾ പോകുന്നു, എൻ്റെ ഓഫീസ് വസതിയിലെ ഫോണിൽ നിന്നും കോൾ പോകുന്നു. എന്നിട്ടും ഞാൻ രാജിവെക്കില്ല, കാരണം എനിക്കറിയാം, എൻ്റെ കൂട്ടത്തിലുള്ളവർക്കറിയാം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ ഉറച്ചു നിൽക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഇതുവരെ കേരളത്തിലെ മുഖ്യമന്ത്രിമാർക്ക് കടന്നു വന്ന, മന്ത്രിമാർ കടന്നു വന്ന ഒരു രാഷ്ട്രീയ സദാചാരത്തിൻ്റെ സ്റ്റാൻഡേർഡിനെ ഇടിച്ചു താഴ്ത്തുകയാണ് ചെയ്യുന്നത്. അതേ സ്റ്റാൻഡേർഡ് ഇടിച്ചു താഴ്ത്തൽ ഇപ്പുറത്തും സംഭവിക്കുന്നു. ജോസ് തെറ്റയിലിൻ്റെ കാര്യത്തിൽ ഞാൻ രാജിവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല, എൻ്റെ പാർട്ടി രാജിവെക്കാൻ എന്നോട് പറയില്ല, എൻ്റെ മുന്നണിയും പറയില്ല എന്ന സ്റ്റാൻഡേർഡ് അപ്പുറത്തും പ്രതീക്ഷിക്കുന്നു. ഇവർ രണ്ടുപേരും കൂടി മത്സരിച്ച് ഈ രാഷ്ട്രീയ സദാചാരത്തെ ഇടിച്ചു താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾ ഒരു രീതിയിലാണെങ്കിൽ മറ്റൊരാൾ മറ്റൊരു രീതിയിൽ. വനിതാ സംഘടനകൾ എടുത്ത നിലപാടല്ല LDF സ്വീകരിച്ചത്. എന്തുകൊണ്ടാണ് അങ്ങനെ? സ്ത്രീകളുടെ ബന്ധപ്പെട്ട് മാത്രമല്ല സദാചാരം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഇപ്പം രാഷ്ട്രീയ പ്രതിയോഗികളെ ഇല്ലായ്മ ചെയ്യുന്നതിനും കസേര ഉറപ്പിക്കുന്നതിനു വേണ്ടി ഏറ്റവും പ്രധാനമായി ഉപയോഗിക്കുന്ന ഒരു വസ്തു എന്ന് പറയുന്നത് സ്ത്രീയാണ്. ആ സ്ത്രീകളെ ഈ വഴിക്ക് കൊണ്ടുവരുന്നതിനും നമ്മുടെ ഇന്നത്തെ സാമൂഹിക ചുറ്റുപാടിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾക്ക് സ്ത്രീകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ രാഷ്ട്രീയ നേതാക്കന്മാരും പൊതുപ്രവർത്തകരും നമ്മുടെ ഉദ്യോഗസ്ഥ മേധാവികളും നമ്മുടെ രാജ്യത്ത് ഒരുപാട് നേടുന്നുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ട്രാപ്പ് ചെയ്യുകയാണ് എന്ന് പറയുന്ന, അങ്ങനെ ട്രാപ്പിൽ വീണു എന്ന് ബോധ്യം ഉണ്ടെങ്കിൽ ആ സ്ഥാനം രാജിവെച്ചിട്ട് അത് തെളിയിക്കണം. പഴയ കാലത്ത് നമ്മുടെ പൊതുവേദികൾ എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികളുടെ മീറ്റിങ്ങുകളൊക്കെ പറഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ പുരുഷന്മാർ മാത്രമുള്ള സദസ്സിലും പുരുഷന്മാർ മാത്രമുള്ളത്. അപ്പോൾ എരിവും പുളിയുമുള്ള വർത്തമാനം പോലും അന്ന് ധൈര്യമായിട്ട് പുരുഷന്മാർക്ക് പറയാമായിരുന്നു. അവരങ്ങനെ ശീലിച്ചിരുന്നു. അതൊന്നും നമ്മുടെ ഗൃഹസദസ്സുകളിലേക്ക് വരില്ലായിരുന്നു. ഇന്ന് സ്ത്രീകൾ ഒറ്റയൊക്കെ സ്ത്രീകൾ ഇതിൻ്റെ ഇടയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും അവരെ വളരെ നെഗ്ലിജിബിളായിട്ടാണ്, അവരെ അങ്ങ് കരുതുന്ന പോലുമില്ല. അത്തരത്തിലുള്ള രാഷ്ട്രീയ ഭേദമന്യേ അത് അതാണ് ശ്രീമതി പാർവതി ദേവി. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എന്തു പറഞ്ഞു? ആ നിലപാടല്ല CPM-ന്, ആ നിലപാടല്ല LDF സെക്രട്ടേറിയറ്റ് യോഗം എടുത്തത്. അതാണ് പ്രശ്നം. ഈ വിഷയത്തിൽ ഇരു പാർട്ടികളെയും വനിതാ സംഘടനകൾ പലപ്പോഴും ഏകദേശം ഒരേപോലുള്ള ഒരു തീരുമാനം പങ്കുവയ്ക്കുന്നു. പക്ഷേ നടപ്പാവുക അതല്ല. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിലും ഇന്ന് നിലവിലുള്ള നിയമങ്ങൾ കണക്കിലെടുത്തും ആ സ്ത്രീയുടെ പരാതി പരിശോധിക്കുക തന്നെ വേണം. പരിശോധിക്കുകയും അവിടെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടുകയും വേണം. ഇവിടെ പിന്നെ നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രശ്നം തീർച്ചയായിട്ടും ഇവിടെ ഹരീഷ് പറഞ്ഞ പോലെ എല്ലാവർക്കും സദാചാരം വേണം, എല്ലാവർക്കും ധാർമ്മിക ബോധം വേണം. പക്ഷേ തീർച്ചയായിട്ടും രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അത് കൂടുതൽ വേണം, യാതൊരു സംശയവും അക്കാര്യത്തിലില്ല. അവർക്ക് ജനങ്ങളോട് മറുപടി പറയേണ്ടതായിട്ടുണ്ട്. അവരൊരു വ്യക്തികളായി മാത്രം നിൽക്കുന്നതല്ല. ഇവിടെ ലതിക സുഭാഷ് പറഞ്ഞതുപോലെ വീട്ടിനകത്തോ ഇരുട്ടിലോ ഒരു വ്യക്തിത്വവും പകൽ വെളിച്ചത്തിൽ മറ്റൊരു വ്യക്തിത്വവും എന്ന് പറയുന്ന ഒരിക്കലും രാഷ്ട്രീയക്കാർക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന തരത്തിൽ അതൊരു ട്രാപ്പാണ് എന്ന് ഇപ്പം നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല. പക്ഷേ ഈ കേസിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇപ്പം നീലലോഹിതദാസൻ നാടാർക്കെതിരെ നളിനി നെറ്റ്വർക്ക് എടുത്ത കേസ് പോലെയോ സൂര്യനെല്ലി പെൺകുട്ടി PJ കുര്യനെതിരെ പറയുന്ന കേസ് പോലെയോ അല്ല ഇത് എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. ഈ സ്ത്രീ തന്നെ, ഈ പറയുന്ന ഒരു സ്ത്രീ തന്നെയാണ് ഈ വിഷ്വലുകൾ എടുക്കുകയും അത് ചാനലുകളിൽ ഉൾപ്പെടെ എത്തുകയും ആ സ്ത്രീ തന്നെയാണ് ഈ പരാതിയുമായി മുന്നോട്ട് വരികയും ചെയ്ത് ഇവിടെ പറഞ്ഞതുപോലെ കുറേ കാലമായിട്ട്. അപ്പോൾ അത് നമ്മൾ ഈ പറയുന്ന അർത്ഥത്തിൽ വളരെ ടെക്നിക്കലായിട്ട് അതൊരു റേപ്പാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അല്ല എന്ന് പറയേണ്ടി വരും. പക്ഷേ ഇവിടെ ഈ പറയുന്നത് പോലെ എല്ലാ സ്ത്രീകൾക്കും ഈ കാര്യത്തിൽ ഒരേ അഭിപ്രായം തന്നെയാണ്. ഈ ജോസ് തെറ്റയിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെളിയിക്കാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും. പല വാഗ്ദാനങ്ങളിൽപ്പെട്ട് ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടുന്ന ഒരാൾ ആ വാഗ്ദാനം പാലിക്കപ്പെടാതിരിക്കുമ്പോൾ അന്ന് മുതൽ അത് ചൂഷണമല്ലേ? തീർച്ചയായിട്ടും ചൂഷണമാണ്. എന്ന് മാത്രമല്ല, ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു അധികാരമുള്ള ഒരാൾ, അധികാരമുള്ള സാമൂഹ്യവും രാഷ്ട്രീയവുമായി അധികാരമുള്ള ഒരു വ്യക്തിയാവുമ്പോൾ എന്തെങ്കിലും ഒരു വാഗ്ദാനത്തിൻ്റെ പേരിൽ ഒരു സ്ത്രീക്കോ ഒരു പുരുഷനാണെങ്കിൽ പോലും പുരുഷനോടാണെങ്കിൽ പോലും ആ അധികാരം ഉപയോഗിച്ച് ഒരു കാര്യം ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ടാണ് ചൂഷണം ചെയ്തിട്ടുള്ളതെങ്കിൽ തീർച്ചയായും അത് ചൂഷണമാണ്, തീർച്ചയായും അത് പീഡനം തന്നെയാണ്.
ശ്രീ ജോസ് തെറ്റേലിന്റെ വിഷയത്തിൽ ഒരു ഡിപ്ലോമസിയും ഇല്ല. ഈ മലയാളികളുടെ ഈ ഒരു ഹിപ്പോക്രാറ്റിക് ജാടയുണ്ടല്ലോ,